ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാ. ടൈറ്റിൽ നെയിം എന്താണ്? ഐഡൽ ആക്സിഡന്റ് ഫോർസേഡ് മാരേജ് വിത്ത് ഐഡൽ ബോയ്. യെസ്, ടൈറ്റിൽ. നമ്മളെ കൂടെ മിയ കൊച്ചുണ്ട്, അല്ല മിനിക്കുട്ടി, ലില്ലിക്കുട്ടിയുണ്ടോ? ഓക്കെ, മിയ ഞാനുണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റോറി കേട്ട് എൻജോയ് ചെയ്യാം. ഇത് ഫുൾ കൊറിയൻ സ്റ്റോറിയാണ്. ഓക്കെ, എൻജോയ് ചെയ്യാം. ഇതിൽ ഞാൻ മലയാളത്തിലേ സംസാരിക്കും, എനിക്ക് കൊറിയൻ അത്ര ഒന്നും അറിയില്ല. ശരി, ഓക്കെ, എൻജോയ് ചെയ്. മിയ, മിയ ദർബൂസി എന്ന് വിളിക്കായിരുന്നു. മിയാക്ക് ടെൻഷനായി. ആരടി ദർബൂസി പറയാ? ഇല്ലടി, നീ ചബ്ബിയായിട്ട് ക്യൂട്ടായിട്ടോ മാറി. അത് ദർബൂസി പറഞ്ഞ് എൻ്റെ മണ്ടിന് കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയാം? നമുക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? അതെ കോളേജിൽ പോന്ന ഇന്ന് ഫസ്റ്റ് ഇയർ കോളേജാണ്. എന്ന് മേലെ ഞാൻ വിളിച്ചാൽ എൻ്റെ മണ്ടിന് കൊടുക്കും. പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലേ? ശരി പെണുങ്ങണ്ടടി എന്ന് പറയായിരുന്നു. മിനി പറയായിരുന്നു പെണുങ്ങണ്ടടി എന്ന് പറയായിരുന്നു. പോടി എന്ന് പറഞ്ഞ് എല്ലാം റെഡിയായിരുന്നു കോളേജിക്ക്. നമ്മൾ മിയൻ്റെ അമ്മ അല്ല ഓക്കെ, മിയൻ്റെ അമ്മ വഴക്ക് പറയായിരുന്നു. ഹീറോയുടെ പേര് മിയ. ഓക്കെ, അതെ, ഇത് എനിക്ക് പോയതാ. ഓക്കെ, അതുകൊണ്ട് മിയ പറയായിരുന്നു, മോം എന്തിനാ ഇങ്ങനെ? ഞാൻ റിയാൽ ചബ്ബിയൊന്നുമില്ല, ഞാൻ സിംഗിളാണ്. ഓക്കെ, സ്റ്റോറി പറയാൻ പോകുന്ന ഗേളിന് പേര് ചബ്ബിയ സ്റ്റോറിയാണ്. അതുകൊണ്ട് പറയണം. എനിക്ക് സ്മൈൽ വരാം. ഓക്കെ, എൻ്റെ കൂടെ ലില്ലി എന്നെ കോമഡി കേൾക്കുക. ഓക്കെ, അതുകൊണ്ട് നമ്മളെ മിയക്ക് പറഞ്ഞ എന്ത് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് മിയക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ വാക്ക് പറയായിരുന്നു മിയാനെ. എന്തടി കോളേജിലേക്ക് പോകണ്ടേ? പോ അമ്മ, എനിക്ക് ലേറ്റായി. എനിക്ക് സ്വീറ്റ് വേണം, ചോക്ലേറ്റ് വേണം. ഇനി വെയിറ്റ് കൂടി എൻ്റെ മണം കൊടുക്കും. മറിയത് കോളേജിൽ പോ. അച്ഛാ, ഡാഡി നമുക്ക് ഫോൺ വന്നു, ഞാൻ പോവാ എന്ന് ഫോൺ വെച്ച് ഫോൺ വരാത്ത ഫോൺ വെച്ച് പോവാ. എന്നെ ഹീറോയി ടെൻഷനായിട്ട് കോളേജിൽ പോയായിരുന്നു. കോളേജ് എല്ലാ ബോയ്സ് ഹീറോയിനെ കണ്ട് കളിയാക്കായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. പോടാ എന്ന് പറഞ്ഞ കണ്ടു കയറി പോകായിരുന്നു. കുറച്ച് ബോയ്സ് വന്ന് ഹീറോയിനെ റാഗിങ് ചെയ്യുമ്പോൾ ഒരു ടീച്ചർ വന്ന എന്താ അവിടെ നടക്കുന്ന കേട്ടായിരുന്നു. ഒന്നുമില്ല സർ, മോളെ ക്ലാസ് പോയിക്കോ എന്ന്. ഏത് ക്ലാസ്? ഫസ്റ്റ് ഒരു ക്ലാസ്സാണ്. ശരി, ഏത് ഡിപ്പാർട്ട്? ഫാഷൻ ഡിസൈനർ. എല്ലാ ബോയ്സും ഫാഷൻ ഡിസൈനറാ എന്ന് പറഞ്ഞ വേഗങ്ങളെയൊക്കെ ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. സരിമ്മ നീ പോ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനെ വെച്ചിട്ടുണ്ടോ? എനിക്കൊരു കാളം വരുമല്ലോ, അപ്പോൾ നിങ്ങൾ ചട്നിയാക്കുക നീയൊക്കെ അരിഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് പോയായിരുന്നു. പാവം മിയ. മിയ ക്ലാസ് പോയായിരുന്നു. നിറയെ ഗേൾസ് ഇതാരാ എന്ന് പറഞ്ഞ് മിയനെ കണ്ട് ഒരുമാതിരിയല്ല കളിയാക്കായിരുന്നു. അതൊക്കെ മിനി പറയായിരുന്നു, സാരില്ലടി മിയ, ഒന്ന് വിഷമിക്കേണ്ട എന്ന് പറയായിരുന്നു. അതുകൊണ്ട് മിയൊക്കെ ഒരുപാട് സാഡായിരുന്നു. അതിലൊരു ഗോൾ വന്നായിരുന്നു, മിനിക്ക് എന്ന് പറയാം. ആ ഗേൾ വന്ന്, കേട്ടിട്ടുണ്ടോ, K-pop ഐഡൽ ബോയ്സ് കോളേജിൽ വരാൻ പോവാ എന്ന് പറയായിരുന്നു. എന്താടി കോളേജിൽ വരാൻ പോവാ? അതേടി കോളേജിൽ വരാൻ പോവാ. ഏത് കോളേജ് അറിയോ? നമ്മ പറഞ്ഞ അതേ കോളേജ്, അവിടേക്ക് നമ്മ പോവാ എന്ന് പറയായിരുന്നു. അതേ കോളേജിലാണ് അവർ പഠിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോവാ. എടി അവരെ വിടോ, നമ്മളെ പോയത്. അതിൽ മീനമിനിക്കിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അതുകൊണ്ട് മീനമിനിക്ക് പറയായിരുന്നു, പറഞ്ഞേടി നമ്മ അവർക്ക് കണ്ടിട്ട് ആ സെക്യൂരിറ്റിക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടു എന്ന് പറയായിരുന്നു മീനമിനിക്കിൻ്റെ ഫ്രണ്ടിനോട്. മീനമിനിക്ക് പറഞ്ഞു, ഞാൻ പണം കൊടുത്തിട്ടുണ്ടു, നീ വിഷമിക്കണ്ട, വാ നമ്മ 7 വരെ കണ്ടിട്ടേ എൻജോയ് ചെയ്യാം, വാ നോക്കാം സൈറ്റ് അടിക്കാന്ന് പറയുന്നത്. അവർ പഠിക്കുന്നുമില്ല, ഇങ്ങനെ പോവാൻ ക്ലാസ് കട്ടാക്കിയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ക്ലാസ് ടീച്ചർ വന്ന് ഗ്രൂപ്പ് കൊണ്ട് കേൾക്കുമ്പോൾ ഗ്രൂപ്പ് വന്ന് കാണില്ല. ടീച്ചർക്ക് കാണിച്ച് ഇവരെ പഠിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി ടീച്ചർ ഒന്ന് കണ്ട് കഥായിരുന്നു. ഹീറോയും നന്നായിട്ട് പഠിക്കുക. മിയോ പിന്നെ മിനിയും നന്നായിട്ട് പഠിക്കായിരുന്നു. 2 പേരും നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ക്ലാസ് നല്ല കുട്ടികളാണ്. ഇത് ബാക്കി ഒന്നും അനുസരിക്കില്ല എന്ന് പറഞ്ഞ ടീച്ചർക്ക് ഭയങ്കര ഹീറോയിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ചബ്ബയായിട്ട് പ്രശ്നമില്ല, നല്ല പറയും മനനക്ക് അതേ അറിയായിരുന്നു. മീനമിനിക്ക് വരുമ്പോൾ മീനമിനിക്ക് കുറച്ച് ഗേൾസ് പറയായിരുന്നു. മീനമിനിക്കിന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മീനമിനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ പറയായിരുന്നു. മീനമിനിക്ക് ടെൻഷനായിരുന്നു. ഹീറോയിൻ്റെ വന്ന് ബുള്ളിക്കായിട്ട് തുടങ്ങി. ഹീറോയ്ക്ക് സാഡായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് മിനി പറയായിരുന്നു, വിഷമിക്കണ്ടടി, വാ പോവാന്ന്. അങ്ങനായിട്ട് ഹീറോ ഒരു വീട് ഭയങ്കര താമസിക്കുകയാണ്, ഒരു ഫ്ലാറ്റ്. അതിലിരുന്ന് ഹീറോ സാഡായിട്ട് ഈ ഫോസ്റ്റ് കാണുന്ന മതി സാഡാക്കിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ മിയാക്ക് ഷോക്കായിരുന്നു. ഇവരെ BTS മെമ്പേഴ്സ് ആണല്ലേ. അവിടെ ജിമ്മിന് പറയുന്നു, തോടായിട്ട് ഫോണ് എന്ന് ജങ്കുക്കറോടാ. വി പറയായിരുന്നു, വേണ്ടടാ തല്ലാക്കണ്ട, പോടാ നീ പോങ്ങോട് വീന് ഊന്തിയിട്ടായിരുന്നു. അപ്പോൾ ജങ്കുക്ക് പറയായിരുന്നു, താട എൻ്റെത് ഇല്ല തരില്ല എന്ന് ജിമ്മിന് പറയായിരുന്നു. എന്നാ വിറ്റോ എന്ന് പറഞ്ഞ് ജിമ്മിനും ജങ്കുക്ക് തല്ലാക്കായിരുന്നു. ഇത് പിരിക്കാൻ നോക്കായിരുന്നു. ഒരു വോയിസ് കൊടുത്ത അവർ പേടിച്ച് പോയായിരുന്നു. ഷുഗർ പറഞ്ഞു, എൻ്റെ വർക്കിന് ആരില്ലാതെ
ഉണ്ടാക്കി അവർ വെക്കുന്ന ഞാൻ ഷുഗറായിരുന്നു ആറും തലക്ക് ചേച്ചി വേണായിനാറാ ഇത് എന്ന് ആറും റിയാക്ഷൻ ജിമ്മിനെ അല്ലാത്ത ഇല്ല ചങ്കൂക്കിത് എന്ന് പറയുന്നത് വി പറയുന്നത് ഞാനും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു വി റിയാക്ഷൻ ഇതെല്ലാം ഹീറോയി കണ്ടിച്ചിരിക്കുക വരുന്നു. ഓ ഇവർ ഇവിടെ ഉള്ളത് ശരി ഇത് ആർക്കും പറയണ്ട എന്ന് പറഞ്ഞ് ഹീറോയി പോയി ഉറങ്ങിയായിരുന്നു. അങ്ങനെ രാവിലായി മിയ ഇങ്ങനെ കോളേജിൽ പോകാൻ റെഡി ആയിട്ട് വന്നായിരുന്നു. ഇങ്ങനെ ഒരു വോയിസ് കേട്ടായിരുന്നു. മിനി എവിടെ ഉള്ളത് എന്നെ ഒരു വോയിസ് ജിമ്മിന് പറയായിരുന്നു. ജിമ്മിന് വന്ന് പിണങ്ങിയിട്ട് കോഫി കുടിച്ചിട്ട് നോക്കായിരുന്നു ജനലിൽ. ഇതേതിപ്പാ ഇന്ന് നോക്കായിരുന്നു. പിന്നെ ഹീറോയി പഴുക്കായിരുന്നു. മിനി ഓടി വന്ന് എന്ത് പറ്റി മിയ ഇങ്ങനെ വഴക്കുണ്ടാക്കണ്ട എന്ന് ജിമ്മിൻ നോക്കായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലപ്പാ ഇത് ഏത് ബ്യൂട്ടി എന്ന് ജിമ്മിൻ നോക്കായിരുന്നു. ജിമ്മിൻ്റെ മണ്ടക്കൊരടി വെച്ചിരുന്നു. ആറും എന്താണ് നടക്കുന്നത് ഒന്നില്ല ഒന്നില്ല എന്ന് പറഞ്ഞ് റിയാക്ഷൻ ആക്കാതെ ജിമ്മിനെടുത്ത് ആറാമ്മ നോക്കിയായിരുന്നു. ശരി എന്ന് പറയായിരുന്നു. ശരി ബൈക്ക് എടുത്തോണ്ട് പോവാ എന്ന് വെളിയിൽ വന്നായിരുന്നു. അങ്ങനായിട്ട് വെളിയിൽ വന്നായിരുന്നു. അപ്പോൾ ഒരു ഡോഗായിരുന്നു. സ്റ്റോപ്പ് എന്ന് പറയായിരുന്നു. ഒച്ചയുടെ അക്ക നോക്കിയായിരുന്നു. അപ്പോൾ ഹീറോ ഗുഡുഗുഡ് ഓടിപ്പോയി വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ഒരു കുട്ടി ഡോഗിനെ എടുത്തോണ്ടെന്ന് അവിടെ ഒരു ഓണറുണ്ട്. അവനോട് കൂടെ ടാസ്മ എന്ന് പറഞ്ഞ് പോയത് നന്നായിട്ട് വരട്ടെ എന്ന് പറയാം. ഹീറോയിനെ കണ്ട് പിടിച്ച് ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന് വീൻ്റെ റിയാക്ഷൻ. അപ്പോൾ രണ്ടുപേർക്ക് ഹീറോയിൻ മേലെ രണ്ടുപേർക്ക് കണ്ണു വന്ന്. അതെ അവർക്കും ഹീറോയിനെ കണ്ട ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും മനസ്സിൽ പട ഹാർട്ട് തുടിക്കാൻ തുടങ്ങി. രണ്ടുപേർക്ക് ഹീറോയിൻ മേലെ ലവ് വന്ന്. അങ്ങനെ ഹീറോയിനെ രണ്ടുപേരും ഫോളോ ചെയ്യാതെ 6 മണിക്ക് അവിടെ ജിമ്മിനെവിടെ എന്ന് ജങ്കുക്ക് പറയുന്നു. എനിക്കും കൂടെ അറിയില്ല ഇവർ രണ്ടുപേരും ഇവിടെ പോയി എന്ന് ഷുഗ പറയായിരുന്നു. എനിക്കറിയില്ല രണ്ടുപേർ വന്ന ശരിയില്ല രണ്ടുപേരും എന്ത് നോക്കി ചിരിക്കരുതെന്നും അറിയില്ല എന്ന് ഷുഗ ഒരു പറഞ്ഞു കൊടുത്താണ്. രണ്ടുപേർ വന്നു. ജിമ്മിനോട് കേട്ടോ എവിടൊക്കെ പോയെ ഇല്ല ഞാൻ വെളിയിൽ പോയതാ. അതേമാതിരി വീടിനോട് കേൾക്കായിരുന്നു. പറയായിരുന്നു ഒന്നില്ല ബൈക്കിൽ കറങ്ങി വന്നതാ എന്ന് പറയാം. ജങ്കുക്ക് പറയാൻ തുടങ്ങി. ശരി ഞാൻ നാളെ എൻ്റെ കൂടെ കറങ്ങി പറഞ്ഞ ഇല്ല നീ വരണ്ട എന്ന് ജങ്കുക്കിനോട് പറയാം. ജങ്കുക്ക് കൺഫ്യൂസായി എന്തിനാ ഇവൻ പോന്ന. ശരി ഇവിടെ നാളെ ഫോളോ ചെയ്ത് പോവാ. അതേമാതിരി ജങ്കുക്ക് വീണെ ഫോളോ ചെയ്ത് വന്നു. അതേമാതിരി രണ്ടുപേരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ജങ്കുക്ക് നോക്കാൻ. ജങ്കുക്ക് എവിടെ നോക്കുന്നത് എന്ന് ജങ്കുക്ക് തിരിഞ്ഞു നോക്കും.